മുരീം ലോഗിൻ മാൻവയുടെ മലയാളം എക്സ്പ്ലനേഷൻ 3-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ജിൻഡേക്യുങ് തന്നെ ഇടിക്കുന്ന ദുസ്വപ്നം കണ്ടാണ് ലീ സിയോഗുൻ ഞെട്ടി എണീക്കുന്നത്. അവശനായ ലീ സിയോഗുനെയും കൊണ്ട് അവന്റെ ആൾക്കാർ തിരികെ പോവുകയായിരുന്നു. ജിൻഡേക്യുങ്ങിനെ പോലത്തിനോട് തോറ്റതിൽ ലീ സിയോഗുനിന് അരിശം അടക്കാനായില്ല. എന്തു വില കൊടുത്തും ജിന്നിനെ കൊല്ലുമെന്ന് ലീ സിയോഗുൻ പ്രതിജ്ഞ ചെയ്തു. പെട്ടെന്നാണ് തന്റെ നെറ്റിയിൽ ഒരു സൂചി അവൻ ശ്രദ്ധിച്ചത്. അതിൽ നിന്നും വിഷം പടരാൻ തുടങ്ങി. ഒപ്പം കുതിരവണ്ടിക്കകത്ത് മറ്റൊരാൾ പ്രത്യക്ഷപ്പെട്ടു. അതാരാണെന്ന് ലീ സിയോഗുനിന് മനസ്സിലായില്ല. ആ അജ്ഞാതൻ പറഞ്ഞു, മൗണ്ട് ഹെങ് സോർട്ട് സെക്റ്റിലേക്ക് നിന്നെ തിരികെ വിട്ടാൽ അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് നീ യമപുരിയിലേക്ക് പോ എന്ന് പറഞ്ഞയാൾ ലീ സിയോഗുനിന്റെ നെറ്റിയിൽ നിന്നും സൂചി വലിച്ചൂരി. വിഷം ബാധിച്ച ലീ സിയോഗുൻ മരിച്ച് നിലം പതിച്ചു. യാത്രാമംഗളങ്ങൾ മാസ്റ്റർ ലീ. അയാൾ പോയി. ജിൻഡേക്യുങ്ങിനെ പിന്നെയും ട്രെയിനിങ് ഗ്രൗണ്ടിൽ ബന്ധിയാക്കിയിരുന്നു. എന്നാലും ജിൻ ട്രെയിനിങ്ങിനായി തന്നെയാണ് തന്റെ സമയം ചിലവാക്കിയത്. അവൻ ലീ സിയോഗുനുമായി നടന്ന പോരാട്ടം ഒന്നുകൂടി തന്റെ മനസ്സിൽ കണ്ടു. താൻ ജയിച്ചത് ചിലപ്പോൾ സ്റ്റാറ്റ് പോയിന്റ് എല്ലാം ഒരുപോലെ കൊടുക്കുന്നതിന് പകരം ചിലതിനു മാത്രം കൊടുത്തത് കൊണ്ടാണോ എന്ന് അവന് തോന്നി. എന്റെ സ്ട്രെങ്തും സ്റ്റാമിനയും എജിലിറ്റിയും എല്ലാം അവനേക്കാൾ ഇച്ചിരി ബെറ്റർ ആയിരുന്നു. മാത്രമല്ല എനിക്ക് പോരാടി നല്ല ശീലവും ഉണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാല് ലെവൽ 30 ശക്തിയുള്ള ലീ സിയോഗുനെ പോലുള്ള ഒരാളെ എനിക്ക് തോൽപ്പിക്കാനാവും. പക്ഷേ തുടരെ ഞാൻ ലീ സിയോഗുനെ ആക്രമിച്ചിട്ടും അതിൽ പലതും അവന് ശരിക്ക് ഏറ്റിട്ടില്ലായിരുന്നു. എന്നാലും അവന്റെ ആ ഒരൊറ്റ അറ്റാക്കില് ഞാൻ ഏകദേശം ഒഴിഞ്ഞു മാറിയെങ്കിലും എന്നെ മുറിവേൽപ്പിക്കാൻ അവനായി. അതിനർത്ഥം ഞങ്ങളിലെ അന്തരം ശീലാണുള്ളത്. പെട്ടെന്ന് 2-3 മെസ്സേജ് വന്നു. അവൻ ഉടനെ ക്യാരക്ടർ പ്രൊഫൈല് തുറന്നു നോക്കി. നീ പറഞ്ഞ എന്റെ ചീ കൂടിയെന്നല്ലേ, പക്ഷെ ഇത് സെയിം തന്നെയാണല്ലോ. പിന്നെയാണ് അവൻ മറ്റൊന്ന് ശ്രദ്ധിച്ചത്. ലെവൽ 17 ജിൻഡേക്യുങ്, ജോബ് സെക്കൻഡ് റേറ്റ് വാറിയർ. ഫസ്റ്റ് റേറ്റ് വാറിയർ ആയ ലീ സിയോഗുനെയല്ലേ ഞാൻ തോപ്പിച്ചേ, എന്നിട്ടും ഇതിലെന്നെ സെക്കൻഡ് റേറ്റ് വാറിയർ എന്ന്. അവൻ എന്നെ തോപ്പിക്കാനായത് ശക്തിയിൽ മാത്രമല്ല, ചീല് മാത്രമാ. ഓ നിക്കി, അവന്റെ പ്രായം വെച്ച് നോക്കുമ്പോ ലീ സിയോഗുനിന്റെ ചീ ഏകദേശം 20 വർഷം വരും. അതിനർത്ഥം ലോഗൌട്ട് ആകുന്നതിന് മുന്നേ എനിക്ക് എന്റെ ചീ 2 മടങ്ങ് വർദ്ധിപ്പിക്കണമെന്നാണോ? ഓ നാശം, ഞാൻ മര്യാദയ്ക്ക് തന്നെയല്ലേ ചീ സർക്കുലേറ്റ് ചെയ്യുന്നേ, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇതെന്നാ പരിപാടിയാ? ഇനി ഞാൻ വല്ല സ്പിരിച്വൽ പില്ലോ മറ്റോ കഴിക്കണോ? ചേട്ടായിയോട് ചോദിച്ചാ എനിക്ക് ഉറപ്പായിട്ടും ഒരു സ്പിരിച്വൽ പില്ല് കിട്ടും. പക്ഷെ അത് നടന്നില്ലെങ്കിലോ? ഇല്ലെങ്കില് ആ ചീ ഉപയോഗിക്കാതെ എനിക്ക് വേറെ വഴിയില്ല. ഈ സമയം എല്ലാം ഞാൻ ഭയങ്കര കെയർഫുൾ ആയിരുന്നു. കാരണം ചെറിയൊരു പിഴവ് നടന്നാൽ ചീ ഡീവിയേഷൻ സംഭവിച്ച് എന്റെ ജീവൻ അപകടത്തിലാവും. പക്ഷെ ഈ ഒരാഴ്ചയില് എനിക്ക് കാര്യമായ അപകടമൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് അതെല്ലാം മാറി. തൽക്കാലത്തേക്ക് ചീ സംബന്ധിതമായ കാര്യം സോൾവ് ആയി. പക്ഷെ ഞാൻ എന്റെ പ്രശസ്തി എങ്ങനെ കൂട്ടാനാ? തലവേദന എടുക്കുന്നേ. അപ്പോ 2-3 മെസ്സേജ് വന്നു. തൈവാനിലെ ജിൻ ഫാമിലിയിലെ സ്ലീപ്പിംഗ് ഡ്രാഗണിനെ കുറിച്ചുള്ള ജനശ്രുതി പരക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ റൂമർ കാരണം താങ്കളുടെ പ്രശസ്തി 10 പോയിന്റ് ഉയർന്നിരിക്കുന്നു. എത്ര ആളുകൾ ഈ റൂമർ കേൾക്കുന്നുവോ അത്രയും താങ്കളുടെ പ്രശസ്തി ഉയരും. സ്ലീപ്പിംഗ് ഡ്രാഗണോ? അതെന്നാ, ഞാനാണോ? പിന്നെയും അവന്റെ ഫെയിം 3ഉം 2ഉം പോയിന്റ് വെച്ച് ഉയർന്നു. രാത്രി സമയം ദ ഗ്രേറ്റ് ഹാൾ ഓഫ് പൊളിറ്റിക്സ് എന്ന ബിൽഡിങ്ങിൽ ഫാമിലിയിലെ മുഖ്യന്മാരെയെല്ലാം ജിൻവേക്യുങ് കാരണം പോലും പറയാതെ പെട്ടെന്ന് വിളിച്ചു ചേർത്തു. അവർക്കെല്ലാം ആശ്ചര്യം. കാരണം എന്താണെന്നറിയുമോ? ലെസർ ഫാമിലി ഹെഡ് ചെറുപ്പമല്ലേ, അതുകൊണ്ടാ ഔദ്യോഗിക രീതികളും മര്യാദകളും അറിയാത്തത് എന്നൊരാൾ. അയാളുടെ സ്ഥാനം ഇപ്പോഴെങ്കിലും സീരിയസ് ആയിട്ട് എടുത്തത് നന്നായി എന്ന് മറ്റൊരാൾ. അതെന്താണെന്ന് വെച്ചാൽ അയാളുടെ ഏറ്റവും വലിയ ബലഹീനത ഇല്ലാതായല്ലോ. തേർഡ് യങ് മാസ്റ്റർ ഇത്ര ശക്തനാണെന്ന് ആര് കണ്ടു? എൽഡേഴ്സ് എല്ലാം നിരാശയിലാണ്. ആ സംഭവം മുതലാക്കാനായിരുന്നു അവരുടെ പ്ലാൻ. മുതിർന്ന എൽഡർ ഫാമിലി ഹെഡിന്റെ സ്ഥാനത്ത് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ജിൻവേക്യുങ് ആ മുറിയിലേക്ക് കടന്നു വരുന്നത്. എല്ലാവരും നിശബ്ദരായി. ജിൻവേക്യുങ് തന്റെ സ്ഥാനത്തിരുന്നിട്ട് പറഞ്ഞു, ഇത്ര നേരം വൈകിയും എല്ലാവരും വന്നതിൽ നന്ദി. ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയ കാരണം എന്തെന്നാൽ മൗണ്ട് ഹെങ് സോർട്ട് സെറ്റ് ആയിരിക്കും എന്ന് മറ്റൊരാൾ. അപ്പോൾ മറ്റു ചിലർ അവിടേക്ക് വന്നു. മുഖ്യന്മാരെല്ലാം പെട്ടെന്ന് അങ്കലാപ്പോടെ എണീറ്റു. അയാളായിരുന്നു ജിൻ ഫാമിലിയുടെ എൽഡസ്റ്റ് സീനിയർ. കുടുംബത്തിലെ മുഖ്യന്മാരെല്ലാം ഘോര ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. എൽഡസ്റ്റ് സീനിയർ അവരുടെ നടുക്കിരിപ്പുണ്ട്. അയാൾ തൂർച്ചു നോക്കി. ആ നോട്ടം അവിടെ നിന്ന് തെറിയെല്ലാം കേട്ടോണ്ടിരുന്ന ജിൻഡേക്യുങ്ങിന് നേർക്കായിരുന്നു. ഈ
കളവൻ എന്നാ ഇയാളെന്തിനാ എന്നെ ഈ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നേ? അപ്പോൾ സ്പിരിച്വൽ സെൻസ് വഴി മൂത്ത ഏട്ടൻ ജിന്നിനോട് പറഞ്ഞു, ഇതാണ് ഏറ്റവും മൂത്ത എൽഡർ. നീ മറന്നതായിരിക്കാം, പക്ഷേ ഇദ്ദേഹമാണ് ഈ കുടുംബത്തിലെ ഏറ്റവും മഹാനായ സീനിയറും നിന്റെ മുത്തച്ഛനും. അതുകൊണ്ട് പരമാവധി ബഹുമാനം കാണിക്കണം. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് വെച്ച് പറയുമ്പോൾ പേടിക്കാതെ സത്യസന്ധമായി കാര്യങ്ങൾ പറയുക, ഓക്കെ? ജിൻ ശരി മൂളി. എന്നാലും ഇത്തവണ എന്താ നടന്നതെന്ന് അവൻ ചിന്തിക്കാതിരുന്നില്ല. പെട്ടെന്ന് ജിൻവിക്കുങ് സഭയിൽ എണീറ്റ് നിന്ന് പറയാൻ ആരംഭിച്ചു. സാക്ഷി വന്ന സ്ഥിതിക്ക് നമ്മൾക്ക് വിചാരണ ആരംഭിക്കാം. സഭയിലുള്ള എല്ലാവരും അവനെ തൂർച്ച് തന്നെ നോക്കി. ജിൻവിക്കുങ് തുടർന്നു, മൂന്നാം യങ് മാസ്റ്ററായ ജിൻഡേക്കുങ്, ഫാമിലി ഹെഡിന് പകരം ഞാൻ ലെസർ ഫാമിലി ഹെഡ് എന്ന നിലയ്ക്ക് താങ്കളെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ്. നീ മൗണ്ട് ഹെങ് സോർട്ട് സെറ്റിലെ ലീസിയോഗുനിന് വിഷം കൊടുത്തു. എന്നതാ? ഇതെന്തു കോപ്പാടേ? തീർച്ചയായും എനിക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് ജിൻഡേക്കുങ്. അതിന് തെളിവ് വല്ലതും ഉണ്ടോ എന്നൊരാൾ. തെളിവോ? അതെ, ഈ സംഭവവുമായി തേർഡ് യങ് മാസ്റ്ററായ താങ്കൾക്ക് ഒരു ബന്ധവുമില്ലെന്ന് തെളിയിക്കുന്ന തെളിവ് വല്ലതും ഉണ്ടോന്ന് ഇത് കേട്ടൊരു നെടുവീർപ്പിട്ടിട്ട് ജിൻഡേക്കുങ് ചോദിച്ചു. അത് ഞാനാണ് തെളിയിക്കണ്ടേ? നീയൊക്കെയല്ലേ തെളിവ് കൊണ്ടുവരണ്ടേ? നീയൊക്കെ എന്നോ? അവര് കയറി ബഹളം വെച്ചു. എന്നാൽ സീനിയർ എൽഡർ ബഹളം അവസാനിപ്പിച്ചു. എന്നിട്ട് തനിക്കും ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്തിരുന്ന ഒരു മുഖ്യനോട് ഇതെല്ലാം എങ്ങനെയാണ് തുടങ്ങിയതെന്ന് ആരാഞ്ഞു. തേർഡ് യങ് മാസ്റ്ററിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. നമ്മളുടെ കുടുംബത്തിന്റെ പേര് കളങ്കപ്പെടുത്തിയത് ആരാണ്? മൂന്നാം യങ് മാസ്റ്റർ. അവസാനം മൗണ്ട് ഹെങ് സോർട്ട് സെറ്റിനെ കളിയാക്കിയത് ആരാണ്? അതും തേർഡ് യങ് മാസ്റ്റർ ആണ്. കൂടിയിരുന്ന മുഖ്യന്മാർ ഉറക്കെ പ്രഖ്യാപിച്ചു. ഈ നാറുകള് എല്ലാ എണ്ണവും എനിക്കിട്ട് പണിയാനുള്ള പ്ലാനിലാണ്. അപ്പോൾ മറ്റൊരാൾ എണീറ്റ് പറഞ്ഞു, പക്ഷേ തേർഡ് യങ് മാസ്റ്റർ ന്യായമായി തന്നെയാണ് പോരാടിയത് എന്ന്. ന്യായമോ? ഉറപ്പായിട്ടും ഇവൻ അയാൾക്കെതിരെ വിഷം പ്രയോഗിച്ചു കാണും. അപ്പോൾ അതെങ്ങനെയാണ് ന്യായമാകുന്നത് എന്ന് എതിർവാദം. അപ്പോൾ ജിന്നിന്റെ പക്ഷത്തുള്ള മറ്റൊരാൾ പറഞ്ഞു, പക്ഷെ തേർഡ് യങ് മാസ്റ്റർ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ലേ. മാത്രമല്ല മാസ്റ്റർ ലീസിയോഗുൻ പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ശരീരം പരിശോധിച്ചത് ഞാനാണ്. കുറച്ച് ഇന്റേണൽ ഇഞ്ചുറി ഒഴികെ വിഷമൊന്നും അയാളുടെ ശരീരത്തിൽ ഇല്ലായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഈ യുദ്ധം തടയാൻ വേണ്ടി വന്നാൽ തേർഡ് യങ് മാസ്റ്ററിന്റെ തല നമ്മൾക്ക് കൊടുക്കാം എന്ന് ഒരാൾ. എന്താന്നാ? തനിക്കെന്ത് ധൈര്യം വന്നു? എന്താ ഞാൻ പറഞ്ഞത് തെറ്റാണോ? റിയലിസ്റ്റിക് ആയി ചിന്തിച്ചാൽ നമ്മളുടെ മെയിൻ ഫാമിലിയെക്കാളും വളരെയധികം ശക്തരാണവർ. അഥവാ ഒരു യുദ്ധം സംഭവിച്ചാൽ നമ്മളുടെ നൂറുകണക്കിന് ആൾക്കാർ വധിക്കപ്പെടും. ചിലപ്പോൾ നമ്മളുടെ കുടുംബം തന്നെ ഇല്ലാതായേക്കാം. തേർഡ് യങ് മാസ്റ്ററിനെ അവർക്ക് കൈമാറിയാൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കാം. അത് കേട്ട് സഭ ഒരു നിമിഷം നിശബ്ദമായി. ജിന്നിനെതിരെ പറഞ്ഞയാൾ ഒരു ചിരിയൊക്കെ പാസാക്കി. അപ്പോൾ ഒരു തെളിവുമില്ലാതെ മൂന്നാം യങ് മാസ്റ്ററിന്റെ ജീവൻ ബലി കൊടുക്കാനാണോ നീ പറയുന്നത്? ജിൻവിക്കുങ് ആരിശത്തിൽ എണീറ്റു. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒരു കുടുംബത്തിലെ പ്രമുഖനായ ഒരാൾ പറയുന്ന കാര്യമാണോ ഇത്? എന്തെന്നില്ലാത്ത അരിശം വന്നെങ്കിലും ജിൻവിക്കുങ് തന്റെ കോപം അടക്കി. എന്നിട്ടൊരു ദീർഘശ്വാസം എടുത്തു വിട്ടു. അത് കണ്ട് ജിൻഡേക്കുങ്ങിനും മുത്തച്ഛനും ജിജ്ഞാസ. ജിൻവിക്കുങ് ശാന്തനായി തുടർന്നു. പോരാട്ടം ന്യായമായി തന്നെയാണ് നടന്നത്. പിന്നെ ലീസിയോഗുനിന് മറ്റാരോ മനഃപൂർവ്വം വിഷം കൊടുത്തതാണ്. ഇതാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ സത്യമെന്ന് എനിക്കും ഉറപ്പാണ്. ഭയം കാരണം ശത്രുവിന് മുന്നിൽ കീഴടങ്ങാൻ നിങ്ങൾ തയ്യാറാകുമോ? ഇതിനൊക്കെ പിറകിൽ ആരാണെന്ന് നമ്മൾക്കറിയില്ലെങ്കിലും മൗണ്ട് ഹെങ് സോർട്ട് സെറ്റ് ഒരു യുദ്ധത്തിന് തയ്യാറായി എന്ന് നമ്മൾക്ക് ഉറപ്പാണ്. അവരെപ്പോൾ വരുമെന്ന് നമ്മൾക്കറിയില്ല. ഇനി അവരെ തടയാനുമാവില്ല. അതുകൊണ്ട് നമ്മൾക്കിനി ഒന്നേ ചെയ്യാനാകൂ, അവരെ തലയെടുപ്പോടെ നേരിടണം. നിങ്ങൾക്ക് ജീവിക്കണോ? നിങ്ങൾക്ക് കുടുംബത്തെ സംരക്ഷിക്കണോ? അതാണ് നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ പടയാളികളെയും വിളിച്ചുകൊണ്ട് പോരാട്ടത്തിന് തയ്യാറാവ്. അതുമല്ലെങ്കിൽ എന്റെ അനിയന്റെ ജീവൻ ആ തെണ്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാം. ഒരു പുഴുത്ത വഞ്ചകൻ എന്നറിയപ്പെടാനാണ് ഭാവമെങ്കിൽ അതൊരു നല്ല ഐഡിയ ആണ്. സദസ് ഒരു നിമിഷം നിശബ്ദമായി. കൊള്ളാം. നിശബ്ദത ഭേദിച്ചുകൊണ്ട് സീനിയർ എൽഡർ കൈകൊട്ടി. അവരെല്ലാവരും അദ്ദേഹത്തെ നോക്കി. അയാൾ എണീറ്റ് നിന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. ലെസർ ഫാമിലി ഹെഡ് എന്റെ മനസ്സിൽ ഇതുവരെ ഒരു ചെറിയ പയ്യനായിരുന്നു. അവനിപ്പോൾ വളർന്നൊരു പുരുഷനായി മാറിയിരിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമായി. ഇങ്ങനെയായിരിക്കണം മെയിൻ ഫാമിലിയുടെ ലെസർ ഫാമിലി ഹെഡ് പ്രവർത്തിക്കേണ്ടത്. എന്റെ അശ്രദ്ധമായ പെരുമാറ്റങ്ങൾക്കായി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് ജിൻവിക്കുങ് തലകുമ്പിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അയാൾ ജിൻവിക്കുങ്ങിന്റെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, അഭിമാനമില്ലാതെ വിനയം പൂർണ്ണമല്ല. ഇവിടെ ക്ഷമ ചോദിക്കാനായി ഒന്നുമില്ല ലെസർ ഫാമിലി ഹെഡ്. മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മളുടെ വാതിൽ വരുന്ന ഏത് മൃഗത്തെയും നേരിടാൻ ഒരുമിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. പക്ഷേ ഒരു യുദ്ധം തടയാനായി നമ്മളുടെ സ്വന്തം ആളിന്റെ ജീവൻ ബലിയിടാമെന്ന് പറയത്തക്ക ധൈര്യം കുടുംബത്തിലെ മുഖ്യ വ്യക്തികൾക്ക് എവിടുന്ന് വന്നു?
അയ്യോ എൽഡസ്റ്റ് സീനിയർ, ഞങ്ങൾ അങ്ങനെ. മുത്തച്ഛൻ തുടർന്നു. യുദ്ധത്തിന്റെ വക്കത്ത് വന്ന് നിൽക്കുമ്പോൾ കുടുംബത്തെ ഒരുമിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾക്ക് ഇങ്ങനെ ചെയ്താലോ ലെസർ ഫാമിലി ഹെഡ്, നമ്മൾക്ക് ഇയാളുടെ തല അവർക്ക് കൊടുക്കാം എന്ന് എൽഡസ്റ്റ് സീനിയർ. മറ്റേയാള് ആകപ്പാടെ ഇല്ലാതായിപ്പോയി. ജിന്നിന് ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ഇവിടെ എന്നാ ഈ നടക്കുന്നേ? ഈ മനുഷ്യൻ എന്തിനാ എന്റെ പക്ഷം പിടിക്കുന്നേ? ജിൻ ചിന്തിച്ചു പോയി. ഇനി അയാൾക്ക് എന്ത് സംഭവിക്കും? ഇല്ല, നമ്മൾക്കിത് ചെയ്യാനാവില്ല. വർഷങ്ങളായി മെയിൻ ഫാമിലിയോട് വിശ്വസ്തതയുള്ളവനാണ് ഇയാൾ. ഇത് നാക്ക് പിഴച്ചതാണെന്ന് ഞാൻ കരുതാം, ജിൻവിക്കുങ് പറഞ്ഞു. നാക്ക് പിഴച്ചതല്ലേ? ലെസർ ഫാമിലി ഹെഡ് എന്നെക്കാൾ ഉദാരമനസ്കനാണല്ലോ. സീനിയർ എൽഡർ ചിരിച്ചു. എന്നിട്ട് തുടർന്നു. എന്നാൽ ഞാനിത് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ തെറ്റിനു വേണ്ടി മുതിർന്ന എൽഡർ എന്ന നിലയ്ക്ക് ഞാൻ താങ്കളോട് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ജിൻവിക്കുങ്ങിന് മുന്നിൽ വണങ്ങി. അപ്പോൾ വേണ്ടേ മുഖ്യന്മാരെല്ലാം, അയ്യോ അങ്ങനെ ചെയ്യല്ലേ, ഇതെല്ലാം ഞങ്ങളുടെ തെറ്റായിരുന്നു, താങ്കൾ മാപ്പ് ചോദിച്ചാൽ ഈ അപമാനവുമായി ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് യാചിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ട് ജിൻഡേക്കുങ്, ഇവന്മാരെ രക്ഷിച്ചത് എന്റെ ചേട്ടനല്ലേ, എന്നിട്ട് ഇവന്മാരെ കളവിന്റെ പുറകെ വാല് തട്ടിപ്പോകുന്നു. പെട്ടെന്ന് എല്ലാവരുടെയും മുഖഭാവം മാറിയതും എൽഡേഴ്സ് ചെറുതായി തലയാട്ടിയതും ജിൻ ശ്രദ്ധിച്ചു. എന്തോ പണി വരാൻ പോകുന്നത് പോലെ അവന് തോന്നി. ഉടനെ സീനിയർ എൽഡർ ജിൻവിക്കുങ്ങിന്റെ കൈ ഉയർത്തി പിടിച്ചിട്ട് ഉറക്കെ പറഞ്ഞു, ഫാമിലി ഹെഡ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ലെസർ ഫാമിലി ഹെഡ് ഉറപ്പായും അദ്ദേഹത്തിന് സ്ഥാനം ഏറ്റെടുക്കും. ഈ സംഭവത്തിൽ ലെസർ ഫാമിലി ഹെഡിന് നമ്മളുടെ പരമാവധി പിന്തുണയും കൊടുക്കണം. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരുമിച്ചാൽ നമ്മൾക്കെതിരെ അവർക്കൊന്നും ചെയ്യാനാവില്ല എന്ന്. ഈ വാക്കുകൾ അവിടെ കൂടിയിരുന്നവരെല്ലാം ഏകകണ്ഠേന സ്വീകരിച്ചു. നന്ദി എന്ന് പറഞ്ഞ് ജിൻവിക്കുങ് കൈമാറ്റി. അപ്പോൾ സീനിയർ എൽഡർ ജിൻഡേക്കുങ്ങിനെ നോക്കി ചെറുതായി ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചു. ജിന്നിന് കത്തി. ചിലപ്പോ ഇതെല്ലാം ഇവരുടെ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ധൃതിയിൽ ഒരു പരിചാരകൻ അവിടേക്ക് ഓടി വന്ന് പറഞ്ഞു, മൗണ്ട് ഹെങ് സോട്ട്സെക്കിൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന്. ജിൻവിക്കുങ് അത് തുറന്നു വായിച്ചു. അതിലൊരു വാചകം മാത്രം, സ്വർഗത്തിന് കീഴിലെ ബദ്ധ ശത്രുക്കൾ. അത് വായിച്ചിട്ട് ജിൻവിക്കുങ് ആരിശത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചു, ഇപ്പോൾ മുതൽ മെയിൻ ഫാമിലി യുദ്ധത്തിന് തയ്യാറാവണം. മൗണ്ട് ഹെങ് സോട്ട്സെക്ട് തൈവാനിലെ ജിൻ ഫാമിലിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ട് കക്ഷികളും യുദ്ധം സ്വീകരിച്ചിരിക്കുന്നു. നീയാണ് അവരുടെ ശത്രുവെന്ന് മൗണ്ട് ഹെങ് സോട്ട്സെക്ട് തീരുമാനിച്ചിരിക്കുന്നു. ഒളിച്ചോടിയാൽ നിന്നെ അത് പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല നിനക്കതിൽ നിന്ന് ആപത്ത് സംഭവിക്കും. യുദ്ധം എന്ന മെയിൻ ക്വസ്റ്റ് ആരംഭിക്കുകയാണ്. നേരം പുലർന്നപ്പോൾ തന്നെ ജിൻ ഫാമിലിയിലെ പോരാളികളോട് ഉടനടി യുദ്ധത്തിനായി അണിനിരക്കാൻ പറഞ്ഞുകൊണ്ട് നാനാ ദിക്കിലേക്കും സന്ദേശങ്ങൾ പോയി. ക്വസ്റ്റ്: യുദ്ധം. രണ്ട് കുടുംബങ്ങളുടെയും വിധി പണയം വെച്ചുകൊണ്ട് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. മുരീമിന്റെ ലോകത്ത് ശക്തി കൊണ്ട് മാത്രമേ നിനക്ക് നിന്റെ വില തെളിയിക്കാനാവൂ. ശക്തനായിരിക്കും എപ്പോഴും ജേതാവ്. ശക്തന് മാത്രമേ എപ്പോഴും അതിജീവിക്കാനുമാവൂ. ഞങ്ങൾ നിന്റെ വിജയത്തിനായി ആശംസിക്കുന്നു. റാങ്ക് മെയിൻ ക്വസ്റ്റ്. റെസ്ട്രിക്ഷൻ ഒൺലി ഫോർ ദ പ്ലെയർ. ഒബ്ജക്റ്റീവ് മൗണ്ട് ഹെങ് സോട്ട്സെക്റ്റിനെ പരാജയപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുടെ നാശത്തിന് കാരണമാകുക എന്നായിരുന്നു ആ ക്വസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ. ഇതിൽ ജയിച്ചാലോ തോറ്റാലോ എന്ത് കിട്ടുമെന്നും പറഞ്ഞിട്ടില്ല. ഇത് കണ്ടിട്ട് എന്നാ ചെയ്യേണ്ടെന്നോ ചിന്തിക്കേണ്ടെന്നോ അറിയാതെ നിർവികാരനായി ജിൻഡേക്കുങ് ഇരുന്നു പോയി. അപ്പോൾ മൂത്തയേട്ടൻ അവനൊരു കപ്പ് ചായ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെന്നായാലും നടന്നേനെ, നിന്റെ കുറ്റമല്ലടാ എന്ന്. അപ്പോൾ വീപ്പങ് പറഞ്ഞു, ഈ മുതിർന്ന എൽഡർ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ജിൻ ചിന്തിച്ചു പോയി. ആ മുതിർന്ന എൽഡർ, അങ്ങേരുടെ രീതിയൊക്കെ കണ്ടിട്ട് ആ രാഷ്ട്രീയത്തിലുള്ള കളവന്മാരെയാ ഓർമ്മ വരുന്നത്. ഈ മുതിർന്ന എൽഡർ എങ്ങനത്തെ ആളാ? ജിൻഡേക്കുങ് അവരോട് ചോദിച്ചു. ജിൻവിക്കുങ് പറഞ്ഞു തുടങ്ങി. ഉയർന്ന സ്പിരിച്വൽ റേം അഥവാ ആത്മീയ മണ്ഡലം സിദ്ധിച്ച ഒരു മാർഷൽ മാസ്റ്ററാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന് അപാരമായ അറിവുമുണ്ട്. മുരീമിന്റെ ലോകത്ത് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ വളരെ അപകടകാരികളായാണ് കാണുന്നത്. അയാൾ അത്ര ശക്തനാണോ? ജിൻവിക്കുങ് തുടർന്നു. ബാക്കിയുള്ള എൽഡേഴ്സ് എല്ലാം അയാളുടെ വരുതിക്കുള്ളിലാണ്. തിരശീലയ്ക്ക് പിറകിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടൈപ്പാണ് അയാൾ. എൽഡേഴ്സിനിടയിലെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അയാൾ പ്രഭുക്കന്മാരെ തന്റെ പക്ഷത്തിലേക്ക് ചേർക്കും. പതിറ്റാണ്ടുകളായിട്ട് ഇങ്ങനെയാണ്. നേരത്തെ മീറ്റിംഗിൽ അയാൾ നമ്മളുടെ പക്ഷം ചേർന്നപ്പോൾ തന്നെ അയാൾക്ക് എന്തോ ഗൂഢോദ്ദേശമുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എല്ലാ എണ്ണവും ചാവണം, നന്ദി കെട്ട ചതിയന്മാർ. മുതിർന്ന എൽഡർ അവരെ വധിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളത് സ്വീകരിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. വീപ്പങ് ആരിശം അടക്കാനാവാതെ പറഞ്ഞു. ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ആന്തരിക പ്രശ്നങ്ങൾ ഉണ്ടായേനെ എന്ന് ജിൻവിക്കുങ് പറഞ്ഞു. എന്നാൽ അതാണോ മുതിർന്ന എൽഡറിനും വേണ്ടിയിരുന്നത് എന്ന് ജിൻവിക്കുങ് ചിന്തിച്ചും പോയി. അയാൾ തുടർന്നു. എന്താണേലും ഇതെല്ലാം ഊഹം മാത്രമാണ്. മുതിർന്ന എൽഡർ ചിന്തിക്കുന്നത് എന്താണെന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ. എന്തായാലും അദ്ദേഹം മെയിൻ ഫാമിലിയിലെ ഒരു സീനിയറും വളരെ ശക്തനായ സഖ്യകക്ഷിയുമാണ്.
അയാളെ എപ്പോഴും ശ്രദ്ധിക്കണം, പക്ഷേ ഒരിക്കലും അയാളുടെ ശത്രുവാകാനും പാടില്ല. ഏറ്റവും അത്യാവശ്യം എന്തെന്നാല് ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അത്ര നല്ലതല്ല. ലീസിയോഗുനിന് വിഷമേറ്റ വാർത്ത ഷാൻഷി മുഴുവൻ പടർന്നിരിക്കുന്നു. മെയിൻ ഫാമിലിയുടെ റെപ്യൂട്ടേഷനെ അത് സാരമായി ബാധിച്ചിരിക്കുന്നു, വീപ്പെങ് പറഞ്ഞു. ഒരു ദിവസം പോലും ആയില്ലല്ലോ. അവര് ഞെട്ടിപ്പോയി. വാർത്ത വേഗം പരക്കുമെങ്കിലും ഇതിനിച്ചിരി വേഗത കൂടിപ്പോയി. ഇതാരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മറ്റുള്ള ഘടകകക്ഷികളോട് സഹായം ചോദിച്ചിട്ട് ഇതുവരെ മറുപടിയൊന്നും വന്നില്ലേ? ജിൻവിക്കുങ് ചോദിച്ചു. ഇതുവരെ ഒരു മറുപടിയേ വന്നുള്ളൂ. ആരാണത്? ലോവർ ഡിസ്ട്രിക്ട് സെക്റ്റിൽ നിന്നും. ഈ സമയം ജിൻ ഫാമിലിയുടെ പ്രധാന കവാടത്തിലേക്ക് ആരോ കുതിരവണ്ടിയിൽ വന്നു. പതിവ് പോലെ കാവൽക്കാർ അവർ എവിടുന്നാണെന്നും പേരെന്താണെന്നും ചോദിച്ചപ്പോൾ കുതിരവണ്ടിക്കാരനൊന്ന് പരിങ്ങി. ഇയാളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്ന് കാവൽക്കാരന് തോന്നി. അപ്പോൾ വണ്ടിക്കകത്തു നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം പറഞ്ഞു, ഞങ്ങൾ ക്രിംസൺ ഫ്ലവറിൽ നിന്നാണ് വരുന്നത്. ആ സ്ത്രീ വെളിയിൽ ഇറങ്ങി. എന്റെ പേര് ഒരു രഹസ്യമാണ്. അതേ യുവതി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞങ്ങളിപ്പോൾ യുദ്ധത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട്. അപ്പോഴാണ് അയാൾ ആ യുവതിയെ കാണുന്നത്. അവരുടെ സൗന്ദര്യത്തിൽ അയാളൊന്ന് മയങ്ങി. എന്നാൽ എന്തിനാ വന്നതെന്ന് പറയുമോ? എനിക്ക് തരാനുള്ള പൈസ ചോദിച്ച്.